ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സമൂ ചീസ്. സമൂ ചീസിൽ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കപ്പയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കപ്പ മത്തി അയലയൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാറുണ്ട്. കപ്പ ബിരിയാണി തയ്യാറാക്കാറുണ്ട്. അങ്ങനെ കപ്പ കൊണ്ട് പല വെറൈറ്റി റെസിപ്പിയും നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കപ്പ ഉപ്പുമാവാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പ വേവിച്ചത് 1 കിലോ. അത് നന്നായി ഉടച്ചെടുത്താണ്. ഇനി നല്ലപോലെ വേകുന്ന കപ്പയാണെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അത് കറക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ. കടുക് വറുക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കൂടാതെ ഒരു 4 വറ്റൽമുളക്, അല്പം ഇഞ്ചി, 4 പച്ചമുളക്, 2 ഉള്ളി, 1 തണ്ട് കറിവേപ്പില, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. കപ്പയ്ക്ക് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. എങ്കിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഉപ്പ് പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കപ്പ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്പ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിവിടെ വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം, പോരാതെ വരുവാണെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം ഉപ്പ് നോക്കണം, പോരായെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. തേങ്ങ മൊത്തത്തോടെ അങ്ങ് ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടുതൽ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ എത്ര എളുപ്പമെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കണ്ടോ. നന്നായിട്ട് വേകുന്ന കപ്പയായിരിക്കണമെന്ന് മാത്രം. ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. അങ്ങനെ നമ്മുടെ കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. ഇത്രയും മതി. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.